തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമേ. ഇവരെല്ലാവരും അവിടെയൊക്കെ അജുവിനെ തപ്പി നടക്കുന്നേ എവിടെ കാണാൻ എന്റെ പൊടി പോലും വലിയ കണ്ടുപിടിക്കാനായിട്ട്. 2 രൂപയാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഗോവിന്ദൻകുട്ടി കൊടുത്തത്. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞു, അല്ലെങ്കിൽ ചിലപ്പോ അപ്പ കല്യാണം കഴിഞ്ഞില്ലേ. എന്റെ അമ്മാമയല്ല, എന്റെ അമ്മ. ദൈവമേ, നിന്റെ അമ്മാമ രാഗി പഠിച്ചത് ഇവിടെ കേട്ടോ. അല്ല ഞാൻ പറയട്ടെ, സോറി. എന്തോന്ന് പറയത്തെ? അല്ല ഞായറാഴ്ച കാലത്ത് നമ്മുടെ ജൈവ കൃഷി ഇടയ്ക്കിടയ്ക്ക് വിളവെടുപ്പ് ഉണ്ടാവുമല്ലോ. എന്നാലും എന്തിനീ ഇടയ്ക്കിടയ്ക്ക് ജൈവ കൃഷി എടുത്ത് പറയണത്? കല്ല് ആദ്യമായിട്ട് കാണുന്നവര് വിചാരിക്കും ഇവറ്റ കൃഷി ചെയ്തിട്ട് ഇത്രയ്ക്കേ ഉള്ളോ എന്നുള്ളൊരു തോന്നല് വരില്ലോ. അപ്പൊ ജൈവ കൃഷി ചെയ്യുമ്പോൾ അതന്നെ ജൈവ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം കിട്ടുന്നതിന്റെ അളവ് ഇത്രയ്ക്കുണ്ട്. കണ്ടാ നോക്കിയേ, നമ്മൾ ഉറ കെട്ടി വെച്ചാണ്. നോക്കിയേ, അതിന്റെ ഉള്ളിയോടെ തുളച്ച് കയറി അത് മുഴുവൻ നോക്ക് ഒന്നുമില്ല. കണ്ട ചരണ്ടി എടുത്ത് കൊണ്ടുപോയി. ആരാണ് ഇതിന്റെ അവകാശികള്? അവര് കൊണ്ടുപോയി. അതല്ല നമ്മുടെ രാജലക്ഷ്മി ചേച്ചി പറഞ്ഞില്ലേ, എന്തുട്ടേലും വാങ്ങിച്ച് കെട്ടാ മറ്റേ ഇത് അല എന്താ പറയാ, അരങ്ങേട്ടാൻ. അല്ലെങ്കിൽ പിന്നെ ആരോ കമന്റ് ഇട്ടുണ്ടായിരുന്നു, ഈ ചെലങ്കയുടെ മണി പോലത്തെ കിലിങ്ങണത്, അങ്ങനത്തെ കെട്ട. അപ്പൊ അവര് കേറുമ്പോ അത് കിടന്ന് കിലിങ്ങില്ലേ, ഒരു സൗണ്ട് കേട്ട് പേടിച്ചു കൊടുക്കും. അവര് ഭക്ഷിക്കട്ടെ, വിശപ്പിന്റെ ഇത് ഭയങ്കരം തന്നെയല്ലേ എപ്പോഴും. അവർക്ക് വിശക്കില്ലേ, അവരെടുക്കട്ടെ. നമ്മുടെ ചോളം നടുമ്പോ തന്നെ നമ്മളത് പറഞ്ഞിട്ട് നട്ടിട്ടുണ്ടായിരുന്നത്. അല്ല, നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറേ പണ്ട് 1960 ആ ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞ സിനിമ അറിയില്ലേ, പണ്ടത്തെ ഈ പടയോട്ടം. ആള് എറണാകുളംകാരനാണ്. ആള് എറണാകുളംകാരനാണ്. അയാൾ 1961 ആള് സിനിമയിലേക്കാണ്ട് വന്നത്. നാടകക്കാരനായിരുന്നു. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ആൾക്ക്. ഭയങ്കര ദാരിദ്ര്യം ഇതൊക്കെയായിരുന്നു എറണാകുളത്ത്. വൈക്കം മുഹമ്മദ് ബഷീറായിട്ട് നല്ല കമ്പനി ഉണ്ട്. അപ്പോൾ ഒരു ദിവസം നമുക്ക് അങ്ങോട്ട് നടക്കാം. ഒരു ദിവസം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അവിടേക്ക് ചെന്നു. ഈ ദാരിദ്ര്യം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞപ്പോൾ വൈക്കം ബഷീർ എന്ന് ചെയ്ത പോക്കറ്റിലുണ്ടായിരുന്ന 2 രൂപ എടുത്ത് കൊടുത്തു. അങ്ങനെ അത് കൊണ്ടുപോയി ആള്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഗോവിന്ദൻകുട്ടി ഹോട്ടൽ റൂമിലത്തെ ബോയിയോട് ഇങ്ങനെ സംസാരിക്കാനായിട്ടാ. ഇങ്ങനെ വെറുതെ വർത്തമാനം പറയുമ്പോൾ ഹോട്ടൽ റൂമിലത്തെ ബോയ് പറയുന്നത്, ബഷീർ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അവിടേക്ക് പോയിട്ടായിരുന്നു. ആള് 2 ദിവസമായിട്ട് പട്ടിണിയെന്ന്, വിശപ്പുണ്ടേ പട്ടിണിയാണ്, കയ്യിലൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന 2 രൂപ എടുത്ത് ആൾക്ക് കൊടുത്തു. ആ 2 രൂപയാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഗോവിന്ദൻകുട്ടി കൊടുത്തത്. മനസ്സിലായി? ആള് പട്ടിണി എടുക്കുന്നിട്ട് പോലും വേറൊരാളുടെ വിഷമം കേട്ടപ്പോ കയ്യിലാകെ ഉണ്ടായിരുന്നത് എടുത്ത് കൊടുത്തു. അതന്നെ. അപ്പൊ അതേപോലെ നമ്മുടെ ചോളത്തിന്റെ കഥ. ഞാൻ സത്യം പറഞ്ഞത് കേട്ടോണ്ടിരിക്കണ്ടെങ്കിൽ ആലോചിക്കണ്ടിട്ടാ, ഇതൊക്കെ എന്തിനാ പറയണേ. ഇത് വന്ന് ഇതിലേക്ക് എത്തി. മാതൃഭൂമി ആശുപത്രിയിലുണ്ടായിരുന്നതാണ് കേട്ടാ. അപ്പൊ ആദ്യം ഇതിന്ന് തുടങ്ങണ്ടേ? ആദ്യം ഇത് അങ്ങനെ പൊട്ടിച്ചോ. ഇത് ഞായറാഴ്ചത്തെ ഞങ്ങളുടെ വിളവെടുപ്പാണ് കേട്ടാ. കിട്ടാവുന്നൊക്കെ എവിടെയും മുറ വെച്ചാ നീ മുറ അവിടെ ഞങ്ങള് ഇതിൽ നിന്ന് ഇറക്കും. മുറത്തിനോട് ചേട്ടന് എതിർപ്പാണ്. അതുകൊണ്ട് മുറം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒരു മുക്കിൽ കിടക്കായിരുന്നു. ഞാൻ സോപ്പിട്ട് കഴുകി നന്നായിട്ട്. ഇതില് ദേവാ ഇനി നമ്മുടെ ഈ ചരക്ക പൊട്ടിക്കുക, ഇത് കേടുവരും. അല്ലെങ്കിൽ ചരക്ക നമുക്ക് നീതിട്ട് വെച്ചത് ആ ചരക്ക മുന്നിൽ പൊട്ടിച്ചോ. വലിയ വലിപ്പൊന്നും വരുന്നില്ല. അങ്ങനെ ചരക്ക, അയ്യോ ടടേ അങ്ങനെ ചരക്ക. ഇനി ഇതേ കോവക്കായനെ സരിത പൊട്ടിക്കുന്നത് അടുത്തത്. ഞാൻ ഒന്നും പൊട്ടിക്കുന്നില്ല ചേട്ടാ. ഇവൾക്കാണ് കത്ര കണ്ട് ഇതിൽ വെച്ചോ. കോവക്കായ പൊട്ടിക്കാൻ കത്ര ആവശ്യമില്ല. ഒരു കായപ്പക്കായ ഇത് മീനുണ്ട്. ഇത് ഇനി വലുതാവും. കുത്തു കിട്ടിയിട്ടില്ല. ഇതിന്റെ ഇടയിൽ നിൽക്കണോണ്ടാന്ന് തോന്നുന്നുണ്ട് അല്ലേ? കോവക്കയിലേക്ക് മറ്റേ പ്രാണികൾ വരില്ലല്ലോ. അപ്പോ കോവയ്ക്കാരുടെ ഉള്ളില് ഇത് വെക്കുന്നത് നല്ലതാല്ലേ? കൈപ്പക്കായ വെക്കുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു. നിങ്ങള് ഒരു വലുതാവണുള്ളൂ. ഇനി നേരെ അങ്ങോട്ട് നടക്കൂ. പടവലങ്ങേമിലേക്ക് നടക്കൂ. ഇത് കഴിഞ്ഞിട്ട് ഗവൺമെന്റ് കോളേജിന്റെ സംഗമത്തിന് പോകണം. ഇത് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഈ പടവലങ്ങ കേട്ടാ, നല്ല പടവലങ്ങ, സുന്ദരമായി മൂക്കാത്ത പടവലങ്ങ കേട്ടോ, നല്ല പടവലങ്ങ. ഇനി അടുത്തത് നമ്മുടെ കയ്പക്കായ പൊട്ടിക്കണം. ഇപ്പം ഇത്രയും സാധനം കിട്ടി കയ്പക്കായകളെ. ഇനി വലിപ്പം അങ്ങനെ വരില്ല അധികം. അത്
ഒരു മിനിറ്റ് ഞാൻ ഉറക്കി ആക്കി തരാം. അതിന് മാക്സിമം കഴിഞ്ഞു നീളം വയ്ക്കൽ കഴിഞ്ഞു. മനോഹരമായ നല്ല വെള്ള സുന്ദരിയായ കൈപ്പക്കായ. എന്തൊരു ഭംഗിയ. ഇനിതേ അന്ന് പൊട്ടിച്ച കൈപ്പക്കായല്ലേ, അത് ഉപ്പേരി വെച്ചന്ന് രാവിലെ എന്റെ കൺട്രോള് പോയി. ഞാൻ കുറെ നാളായിട്ട് രാവിലെ ചോറുണ്ണാറില്ലല്ലോ. എന്റെ ഉപ്പുമാവുണ്ട് ഓട്സ് അല്ലെങ്കിൽ പിന്നെ വേറൊരു മില്ലറ്റ്സിന്റെ പൊടി കൊണ്ടുള്ളൊരു ഇതുണ്ട്, അത് മാറി മാറി ഞാൻ കഴിക്കാറേ. പക്ഷെ ഇത് കണ്ടപ്പോ എന്റെ കൺട്രോള് പോയിട്ട് ഞാൻ ചോറുണ്ടു കൈപ്പക്കായ കൂട്ടാൻ കൂട്ടിയിട്ട്. സ്കൂളിലേക്ക് ചോറ് ഞാൻ ഇതഴിക്കണ്ട ചേട്ടാ, സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോയിട്ട് എന്നോട് കൊണ്ട് പറയാം മതിയായില്ലാന്ന് ചോറ്. കൈപ്പക്കായ കൂട്ടാൻ കൂട്ടി ചോറാൻ എന്തൊരു രസം. കൈപ്പക്കായ കൂട്ടാൻ അന്ന് എന്തിട്ടേരും ജഗ്ഗുക, ഒപ്പം മോര് കൂട്ടാനും പപ്പടവും. അതൊക്കെ ജഗ്ഗുവിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാ. മോര് കൂട്ടാനും കൈപ്പക്കയും പപ്പടവും ഒക്കെ കൂടിയപ്പോഴേ ഇതുമല്ലേ ഇപ്പൊ എന്താ വേറെ ഒന്നും പൊട്ടുന്നില്ലേ കണ്ട. അയ്യോ ആ കവറുകൾ എടുത്ത് മാറ്റണം കേട്ടോ ചേട്ടാ. എടുത്ത് മാറ്റാം. 3 നല്ല മനോഹരമായ കയ്പക്കായ കിട്ടി. ഇതാ അപ്പം നമ്മുടെ വിളവെടുപ്പ് മോശമാണോ ലാഭമാണോ? 3 ഇനി അടുത്ത രീതി അടുത്തത് വലുതാവണോ? അത് വലുതാവണല്ലോ. നീ മത്തങ്ങ പൊട്ടിക്കാം നമുക്ക്. വീട്ടില് ബയോഗ്യാസ് വെച്ചിട്ടുണ്ടല്ലോ എൻ്റെ വീട്ടില്. തുന്തുരുവിൻ്റെ മറ്റേ കാറ്ററിങ്ങിൻ്റെ വേസ്റ്റുകൾ കുറേ ഉള്ള കാരണം അതിൻ്റെ സ്ലറി കളയാ സ്ഥലമില്ല അവർക്ക് അവിടെ. അപ്പം ഞാൻ പറഞ്ഞ ചേട്ടനോട് അവിടെ മറ്റേ ജഗ്ഗുകൾ വലുത് കൊണ്ടുവച്ചാലേ അതിലേക്ക് ആക്കിയാൽ നമുക്ക് എടുത്തിട്ട് പോരാല്ലോ ഇടയ്ക്ക്. ബെസ്റ്റ് വളല്ലേ അത്. മത്തങ്ങ ഞാൻ പൊട്ടിക്കാം. മത്തങ്ങ ഇപ്പൊ പൊട്ടിക്കണ്ട ചേട്ടാ. ജയന്തി ചേച്ചി ഒരു മത്തങ്ങ വേറെ ഇവിടെ എനിക്ക് കുടങ്കടി ഉണ്ടാക്കണം. കുടങ്കടി അല്ല കുണ്ടാഗടി. കുണ്ടാഗടി ഉണ്ടാക്കണം. ഇത് അത്രയ്ക്കാണ്ട് വലിപ്പനി വെക്കില്ല കേട്ടാ. ഇത് മാക്സിമായി വെള്ളി. അതേ ഇത് പിടിച്ച ഒരാൾ പറയണേ ഉത്തരേന്ത്യക്കാർ മുഴുവൻ കൃഷി ചെയ്യുന്നത് മത്തങ്ങ കൃഷി ചെയ്യുന്നത് പന്തലം വിളിക്കാന്ന്. വാ അങ്ങോട്ട് പോ. താണലത്ത് വയ്ക്കാട്ടത് കുറച്ച് നേരം. മറ്റേ പന്തലമിലാണ് കൃഷി ചെയ്യുക. പന്തലമ കൃഷി ചെയ്യുമ്പോൾ ഒരേ വലിപ്പത്തിലുള്ള മത്തങ്ങൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെയായിട്ട് കിടക്കുന്നു. നമ്മൾ നിലത്തല്ല ചെയ്യുന്നത്. നിലത്ത് കൃഷി ചെയ്യുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിലത്ത് പടത്തി വിടുമ്പോൾ കേട് കൂടുതലാണ്. മണ്ണിന്ന് ഒക്കെ കേടായിട്ട് കൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇനിയോട്ട് കൃഷി ചെയ്യുമ്പോൾ ഉത്തരേന്ത്യൻ കൃഷി രീതി നമുക്ക് മെത്തേഡ് പരീക്ഷിക്കാം. മത്തങ്ങ ഇനി മുകളിലേക്ക് പടത്താം. അടി വേണ്ട. വലിയ മത്തങ്ങ കുഴപ്പമില്ല. വാ. അല്ല ചേട്ടൻ അവിടെ കഴിഞ്ഞ വട്ടം എന്തോരം മത്തങ്ങ ഉണ്ടായേ. നിലത്തല്ലേ? ഇഷ്ടം പോലെ. ആ നിലത്തായിരുന്നു അത്. വെല്ലിശന് ആവശ്യമില്ല മത്തങ്ങ. വെല്ലിശൻ അല്ലെങ്കിലും കൃഷി ചെയ്യണത് വെല്ലിശന് വേണ്ടിയിട്ടൊന്നല്ല. അല്ല ചേട്ടനെ ചെയ്യണത് അല്ല ചേട്ടൻ അവര് അത്രയും പച്ചക്കറി ഉപയോഗിക്കണവരല്ല. പക്ഷെ അല്ല ചേട്ടന് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറെ ഉണ്ടാവും വേണം ആൾക്ക്. ചെറിയേട്ടൻ എന്തായാലും നല്ല കോളായിരുന്നു. എന്നിട്ട് എല്ലാവരും വിളിച്ച് കൊടുക്കണം. അതൊരു സന്തോഷം, ഭയങ്കര സന്തോഷമുള്ള കാര്യം. നമ്മുടെ ഉള്ളി നമ്മൾ കൃഷി ചെയ്തില്ല. നോക്കിയാൽ ഒക്കെ ഉള്ളി മുളച്ച് നോക്കിയാൽ ഉള്ളി മുളച്ചോണ്ട് നോക്കിയണ്ട. ചെറുതെ മഴ പെയ്തപ്പോഴേ. ഇന്നലെ മഴ പെയ്തില്ല അല്ലേ? പക്ഷെ മിനിഞ്ഞാന്നത്തെ മഴയുടെ നനവ് കണ്ടാൽ ഇപ്പോഴും. പിന്നെ ഈ ഇതില് നമ്മുടെ വഴുതനങ്ങ ഇന്നലെ മിനിഞ്ഞാന്നല്ല പൊട്ടിച്ച എല്ലാം വഴുതനങ്ങ പൊട്ടിച്ചു. അത് തന്നെ വഴുതനങ്ങ ഇല്ല. ഇത് ചെറുതാ. ഇത് പൊട്ടിക്കണ വെറുതെ ആ വഴുതനങ്ങ തൈരും വെച്ചിട്ട് ഞാനൊരു കൂട്ടാനുണ്ടാക്കി. 5 മിനിറ്റ് പോലും വേണ്ട ഉണ്ടാക്കാൻ. നമുക്ക് പെട്ടെന്നൊരു കൂട്ടാൻ വെക്കണമെങ്കിലേ 5 മിനിറ്റ് കൊണ്ടൊക്കെ വെക്കാൻ പറഞ്ഞ സാധനം. എങ്ങനെയുണ്ടായിരുന്നു? എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. തൈരിന് അധികം പുളിയില്ലെങ്കിൽ നല്ലത്. നമ്മുടെ തൈര് നല്ല പുളിയുണ്ട്. അത്രയ്ക്ക് പുളിയുടെ ആവശ്യമില്ല തൈരിന്. പുളിയില്ലാത്ത അധികം പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാവും. ഇനി ചെയ്യാൻ പോണത് നമ്മുടെ അമ്മ ചെയ്യുന്നതാണ്. അമ്മ പണ്ട് മുതലേ ചെയ്യുന്ന പരിപാടിയാണ്. അതാണ് ഞാൻ ചെയ്യാൻ പോണത്. സരിതിക്ക് എതിർപ്പുണ്ടാ? ഒന്നുമില്ല. കൂർക്കപ്പ് ഇത്രയും നാളത്തേക്ക് വളർച്ചയില്ല. അപ്പൊ ഇതിന്റെ കൂർക്കയില് മണി പൊട്ടിയിട്ടുണ്ടോ എന്ന് നോക്കും. പറിച്ചോക്കാൻ പോവും. പറക്കില്ലേ. ഞാനിതിനെ ഒരു മണി പൊട്ടിയിട്ടുണ്ടോന്ന് അറിയണ ഇതില് കൂർക്കുണ്ടോന്ന് അറിയില്ല. പണ്ട് ഇവരൊക്കെ ചീത്ത പറയണതാട്ടാ. അമ്മ പറക്കുന്നതെങ്കില അമ്മ നന്നായി പറക്കും. അമ്മ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറിച്ചു നോക്കും ഓരോ കട. എന്നിട്ട് അവിടെ അങ്ങനെ തന്നെ കുഴിച്ചിട്ടിട്ട് പോവും. അപ്പൊ കൂർക്ക മണി പൊട്ടിയിട്ടുണ്ടോ നമുക്ക് അറിയണ്ടേ?
അതൊരു വലിയൊരു കാര്യം. അതേ മണി പൊട്ട് നോക്കിയിരുന്നേ. അത് പൊട്ടിയാലും പൊട്ടിയില്ല, നമ്മളിപ്പോ നോക്കിയിട്ട് എന്തുടനാ. അല്ല, അത് ഉണ്ടാവുണ്ടോന്ന് അറിയണ്ടത്. കണ്ട അതേ മണി പൊട്ടുന്നുണ്ട്. ആ അങ്ങനെ എൻ്റെ ദൗത്യം വിജയിച്ചിരിക്കുന്നു. അല്ല, ഇതിലൊന്നും സംഭവിച്ചിട്ടില്ല. അല്ല, നമുക്ക് അറിയണല്ലോ ഇത്രയും കൂർക്ക നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ചില സമയത്ത് കൂർക്ക അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞില്ലേ, ഇങ്ങനെ നീളത്തിൽ അങ്ങോട്ട് തലയങ്ങോട്ട് ഇഷ്ടം പോലെ പടന്ന് പന്തരിക്കും. ഒരു മണി കടയ്ക്കൊന്നും ഉണ്ടാവില്ല. ഇനി ഇവിടെ ഞാൻ ഇത് നട്ടുട്ടാ, കോളിഫ്ലവർ. അത് കാബേജോ ഏതെങ്കിലും ആവട്ടെ, അവറ്റുള്ള രണ്ടിനും തെറ്റി. കാബേജാന്ന് തോന്നുന്നു. ഇനി നമുക്ക് കൊത്തമര പൊട്ടിക്കാം. കൊത്തമര മുഴുവൻ സരിത പൊട്ടിച്ചോ. ഇതേ കൊത്തമര വേണ്ട, ഇത് വലുതാവുള്ളേ അല്ലേ? കൊത്തമര നീക്കിയേ വണ്ടനത്. അല്ല, ഇത് വലുതാവുള്ളേ എന്നല്ല പറഞ്ഞ ഞാൻ. നമ്മുടെ വഴുതനങ്ങ കൈ കൊണ്ട് പൊട്ടിയ സുഖം. കത്തര വേണ്ട. അയ്യോ, മറ്റേ കത്രികയോ? അയ്യോ, ഒരു ചേട്ടാ അയച്ചു തന്നിട്ടുള്ളത് നല്ല നീളത്തിൽ. ആ, ഈ കൊത്തമര ഉപ്പേരി എല്ലാ സാധനവും ചേർത്തിട്ടേ വെക്കി. സരി, അച്ഛൻ്റെ കൈ നോക്കി. കുഴപ്പമില്ല, അത് അടുത്തേക്ക് വന്നാ മതി. ആ, കൊത്തമര ഫുള്ള് പച്ചപ്പാണ്. കൊത്തമര വേണ്ട. കൊത്തമരക്ക് അങ്ങനെ വലിയ കേട് വരില്ല. അതാണ് കേടുവരും. അല്ല, ഭയങ്കര വില കുറവല്ലേ എപ്പോഴും കൊത്തമരക്ക്. അതിന് അവിടേക്ക് കൃഷി ചെയ്യുമ്പോഴേ തമിഴ്നാട്ടിലെ കൊത്തമര കൃഷി ചെയ്യാ. അതെനിക്കറിയില്ല. ഇഷ്ടം പോലെ ഉണ്ടാവും. അതാ ഞാൻ ചോദിച്ചത്. അതിന് കേട്. പണ്ട് ഈ സാമ്പാർ കഷ്ണം കിട്ടുമ്പോ ഒരു ലോഡ് കൊത്തമര അതിലുണ്ടാവും. അത് പീഡിയക്കാർക്ക് ലാഭത്തിനുള്ള ഒരു പണിയാണ്. അതാണ് ഇടും. ഒരു പെരിക്കുള്ളത് ഉണ്ടാവും സാമ്പാറില്. കൊത്തമര ഒരു കഷ്ണം കായ, ഒരു കഷ്ണം ക്യാരറ്റ് ഒക്കെ നുറുക്കിയിട്ടിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കും അമ്മ. സാമ്പാർ ഉണ്ടാക്കുന്നുണ്ടോ കൂടെ ഈ ഒരു ഉപ്പേരി ഉണ്ടാവും, അത് ഉറപ്പാ. ആ, പണ്ടേ മാമ കൂട്ടാൻ വയ്ക്കുമ്പോ കണ്ണംകുളം കരത്ത മാമ സാമ്പാർ കഷ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊത്തമര എന്റെ അമ്മാമയല്ല, എന്റെ അമ്മ. ദൈവമേ, നിന്റെ അമ്മാമ പറഞ്ഞാലും മനസ്സിലാവില്ല ചെക്കന. വിളിച്ചേ, കൊത്തമര കിട്ടി. പണ്ടങ്ങനെയാ സാമ്പാർ കഷ്ണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുക. 10 രൂപയ്ക്ക് സാമ്പാർ കഷ്ണം, 5 രൂപയ്ക്ക് സാമ്പാർ കഷ്ണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കും. അപ്പൊ എല്ലാത്തിനും ഓരോ കഷ്ണം. ഒരു കഷ്ണം കുമ്പളങ്ങ, ഒരു കഷ്ണം മത്തങ്ങ, ഒരു അങ്ങനെയൊക്കെ, ഒരു മുരിങ്ങക്കായ, അങ്ങനെയൊക്കെ അതിലുണ്ടാവും. അതിന്റെ കൂടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവും ഇതാവും തക്കാളി. സാമ്പാർ ഉണ്ടാക്കണ പോലെ ഇരിക്കും. സാമ്പാറല്ല ജഗ്ഗുവ വാങ്ങിക്കുക, സാമ്പാർ കഷ്ണം, പച്ചക്കറി. സാമ്പാർ അവൻ ചോദിച്ചെന്തറിയോ, അങ്ങനെ ഉണ്ടാക്കുന്ന സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടാവും. അത് കുമ്പളങ്ങയും മത്തങ്ങയൊക്കെ ഓരോരുത്തർ ഉണ്ടാക്കണ പോലെ ഇരിക്കും. കുമ്പളങ്ങയും മത്തങ്ങയും പച്ചക്കറികളാണ് നമുക്ക് കിട്ടുക. അമ്മാമ്മ ഉണ്ടാക്കണ സാമ്പാർ എല്ലാ കൂട്ടാനും നല്ല ടേസ്റ്റാ. അയ്യോ, തക്കാളി പൊട്ടിക്കാറായിട്ടില്ല. അത് പൊട്ടിക്കാറായിട്ടില്ല. അത് പൊട്ടിക്കാറായിട്ടില്ല ചേട്ടാ, പഴുത്തിട്ടില്ല ചേട്ടാ. എന്തേലും ചെയ്യണ്ട. ഒരു കട തക്കാളി, കുറച്ച് തക്കാളികൾ ഉണ്ടായിട്ടുണ്ട്. അതേ ഇതിലൊക്കെ തക്കാളി ഉണ്ടായിട്ടുണ്ട്. എനിക്കിപ്പോ തിന്നണമെന്ന്. തിന്നോളൂ. പിന്നെ നമുക്ക് ഒരു ദിവസം തരുത് നോക്കിയേ, ഇത് മുള്ളൻ ചീരയാണ്. ഈ മുള്ളൻ ചീര ദിയാലയില്ലേ നോക്കിയേ, ഇതിട്ട് പരിപ്പായിട്ടുണ്ട്. ഒരു ദിവസം വെക്കണം എനിക്ക്. ഇതാണ് ലോകത്തിലെ ഏറ്റവും ടേസ്റ്റ്. ലോകത്തിലല്ല, നമ്മുടെ മലയാളത്തിലുള്ള 9:30 ആയിട്ടുള്ളൂ. പക്ഷെ എന്തൊരു വെയിലാ, വെയിലിന് ഭയങ്കര ചൂട്. മലയാളത്തിലത്തെ ഏറ്റവും ടേസ്റ്റുള്ള, കേരളത്തിലത്തെ ഏറ്റവും ടേസ്റ്റുള്ള ചീരലിയാണിത്. ഒരു മിനിറ്റ്, തക്കാളി വരാൻ തിന്നട്ടെ വെറുതെ. പച്ചമുളകുകൾ ഇടയിലത്തെ ഓരോന്ന് വാടിപ്പോണ നോക്കിയല്ലേ. എന്തൊട്ട് താങ്ങിനാവോ, ഉണ്ടാവണത് ഉണ്ടാവട്ടെ, എന്നിട്ട് നമുക്ക് കിട്ടും. കടിച്ചോ? ചേട്ടൻ്റെ ആഗ്രഹത്തിന് പൊട്ടിച്ചതല്ലേ, കഴിക്കി. നല്ല രസമുണ്ട്. വാ, ഞാൻ വിചാരിച്ചു ഞാനത്തെ മഴയ്ക്ക് ഇതൊക്കെ പോയിന്നിട്ടാ, ചെണ്ടുമല്ലികളെല്ലാം മറിഞ്ഞു വീണുണ്ടാവും വിചാരിച്ചു. ഇനി വെണ്ടക്കായ ഞാൻ പൊട്ടിച്ചു. വെണ്ടക്കായ എല്ലാ ദിവസം പൊട്ടിക്കും. വെണ്ടക്കായ ഒരു ദിവസം നിന്ന് കഴിഞ്ഞാൽ അപ്പം മൂക്കും. ഇനി പൊട്ടിക്കാനുള്ളത് നമ്മുടെ ചെണ്ടുമല്ലിയാണ്, പൂവ്. പക്ഷെ അത് പൊട്ടിക്കുന്നില്ല. പൊട്ടിച്ചിട്ട് എന്തിനാ?
തക്കാളിയാ? തക്കാളിക്ക് എന്താ കയ്പ്പ്? പഴുക്കാത്ത ഭാഗാവൂല്ലേ? അത് ഇത്തിരി കൂടി പഴുത്തിട്ട് ടേസ്റ്റില് കഴിച്ചുകൂടെ? എന്താ ചെയ്യാ? ഉണ്ടാക്കിയാലും പോരാ, നല്ലത് കഴിക്കാൻ യോഗം വേണം. അതിന് കുഴപ്പമില്ല. ഇനി പൊട്ടിക്കാനുള്ള ചൂണ്ടങ്ങിയാണ്. ചൂണ്ടങ്ങി ഒരു ഓടുണ്ടായിണ്ട്. ഇവിടെ പൊട്ടിയിട്ടുണ്ടല്ലോ. ആ അത് എന്തിട്ടാ ഇങ്ങനെ പല്ല് നക്കിയത് പാറ്റ നക്കിനാവോ? പണ്ടാണ് പറയാ പല്ല് നക്കിയത് പാറ്റ നക്കിന്നൊക്കെ. സാരില്ല. ഇപ്പൊ നമുക്ക് മൊത്തം എത്ര സാധനങ്ങളുണ്ടെന്ന് പറയാം. നമുക്കൊന്ന് വെറുതെ തന്നെയൊക്കെ സരിത. നമുക്ക് ഇത് കിട്ടിയതാണോ? അല്ലല്ല, എത്ര തരം സാധനങ്ങൾ ഇവിടെ ഉണ്ട് നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ടെന്ന്. നമ്മുടെ അടുക്കള തോട്ടത്തിൽ എത്ര ഇത് ചേട്ടൻ കിട്ടുവാ പറയാൻ പറ്റും നിനക്ക്? ചരക്ക, കോവക്കായ, പീച്ചിങ്ങ, പടവലങ്ങ, കയ്പക്കായ, വെണ്ടക്കായ, മധുരക്കിഴങ്ങ്, മത്തങ്ങ, ചുവപ്പ് ചീര, പിന്നെ കാബേജ്, ചോളം, ചെറുകിഴങ്ങ്, പയറ്, നേന്ത്രവാഴ, പിന്നെ തക്കാളി, മറ്റേ ഈ സാധനത്തിൻ്റെ പേരുന്ന അല്ലല്ല, ഈ സാധനത്തിൻ്റെ പേര് സരിത എന്താ പറയാന്? പാഷൻ ഫ്രൂട്ട്, ഇത് നീളം പച്ചമുളക്, ചോളം കൂട്ടി. പിന്നെ ഇത് ചുണ്ടങ്ങ അവിടെ ഇഷ്ടം പോലെ. പിന്നെ അത് പുതിന, മറ്റത് വേറെ മധുരക്കിഴങ്ങ്, പിന്നെ ഇഞ്ചി 14, വള്ളിച്ചീര 15, പിന്നെ ഈ സാധനം ഈ പൈനാപ്പിൾ 16, കൂർക്ക 17, ഇത് ജാക്ക് ബീൻസിന്. അത് കൂട്ടണ ജാക്ക് ബീൻസിനെ വേണ്ട 18, വഴുതനങ്ങ 19, മല്ലിയില ആഫ്രിക്കൻ മല്ലി 20. ഈ സാധനം മറ്റേ ഈ കൂർക്ക കൂട്ടിയാ? ആ ഈ സാധനത്തിന് പേരുന്ന കൊത്തമര 21, പിന്നെ ഈ മുള്ളൻചീര 22, പിന്നെ പപ്പായ 23, പച്ചമുളക് പറഞ്ഞു. പച്ചമുളക് ഉണ്ടാകും, പച്ചമുളക് ഉണ്ട്. അതൊക്കെ ഒരു ഭേദമല്ലേ. കൊള്ളി 24, കുമ്പളം മുകളിലേക്ക് പടത്തി വേണം 25. പൂവുണ്ടായില്ലോ കുമ്പളങ്ങ. പൂവുണ്ടായി. മുരിങ്ങ 26, ചേമ്പ് 27, ചേമ്പ് 27. മാവിനെ കണക്കാക്കണ്ട. അത് ഇതാ. പിന്നെ മണിത്തക്കാളിൻ്റെ ഇടയിൽ കുറച്ച് മണിത്തക്കാളി 28, മഞ്ഞൾ 29, ഇഞ്ചി പറഞ്ഞില്ല. അതായത് 29 നേന്ത്രവാഴ അവിടെ കുറേ ഉണ്ട് കേട്ടാ. അതിനൊന്നും കണക്കാക്കണ്ട. അല്ല, നമ്മൾ കൃഷി ചെയ്യുന്ന സാധനം 29 തരം പച്ചക്കറികൾ നമ്മൾ നട്ടിട്ടുണ്ട്. 29 തരം അങ്ങനെയുണ്ട് നമ്മുടെ അടുക്കള തോട്ടത്തിൽ. എല്ലാം കൊണ്ട് സമ്പുഷ്ടമാണ് ശരിക്കും. എല്ലാം ഉണ്ട് ശരിക്കും. നമുക്കത് അപ്പം നമ്മൾ 29 തരം പച്ചക്കറികൾ. അപ്പം ഇനി ഞങ്ങൾ ഇവിടെ ശരിക്കും ഇരിക്കുമ്പോൾ അല്ല, വെയിലിന് ചൂടുണ്ടെങ്കിലും ഈ മരത്തിന്റെ ചോട്ടിലേക്ക് വരുമ്പോൾ എന്തൊരു സുഖമല്ലേ. കാറ്റ് വരുമ്പോൾ ഊരാല് കാടി ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖം. അപ്പം ഇനി ചാലോ ഗവൺമെന്റ് കോളേജ്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് കോളേജിലേക്ക് വന്നു കേട്ടോ. ഈ കോളേജിൻ്റെ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ മനോഹരമാണ്. അപ്പോൾ അവിടേക്ക് പോയി ഓഡിറ്റോറിയത്തിൽ പരിപാടികൾ, കലാപരിപാടികൾ അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എന്തൊരു കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളറിയുന്നവരല്ല, നമ്മളൊപ്പം പഠിച്ചവരല്ല ഉള്ളത് ശരിക്കും. അത് 85 തൊട്ട് 95 വരെക്കുള്ള കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ളവരുടെ സംഘമാണ് ഇവിടെ നടക്കണേ, ഇവിടെ പഠിച്ചിട്ടുള്ളവരുടെ. അപ്പം ഇന്ന് എല്ലാ വർഷവും നടക്കണതാണിത്. ഇത് 10ാമത്തെ അങ്ങനെ ഉണ്ടല്ലോ. 10ാമത്തെ നമ്മളറിയാറില്ല, ചേട്ടൻ അറിയാറില്ല എന്ന് മാത്രം. ഞാൻ ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ ഇപ്പൊ ചേട്ടന് അതിന്റെ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ആരോ ആഡ് ചെയ്തു. അങ്ങനെയാണ് ചേട്ടൻ അത് അറിയണത് സംഗമം നടക്കേണ്ടത്. ഇന്ന് ഇവിടെ പഠിച്ചിട്ടുള്ള അവരുടെ മക്കളുടെ കലാപരിപാടികളാണ്. അപ്പൊ അത് കുറച്ച് സമയം അവിടെ ഇരുന്നു. ഡാൻസ് അങ്ങനത്തെ മറ്റേ ഭരതനാട്യമൊക്കെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് അങ്ങോട്ട്. പിന്നെ എന്നിട്ടാ ചേട്ടനെ വിചാരിച്ചൊരു ഇത് കിട്ടിയില്ലേ. കാരണം കുറച്ചു പേരൊക്കെ വന്ന് വർത്താനം പറഞ്ഞുട്ടാ. അത് ഒപ്പം പഠിച്ചിട്ടുള്ളവരല്ല, നമ്മുടെ വീഡിയോ കാണുന്നവര്. ഒപ്പം പഠിച്ചിട്ടുള്ളവരെ കണ്ടില്ലേ, അതുകൊണ്ട് ചേട്ടനൊരു പിന്നെ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങള് പിന്നെ ഇവിടെ ഇരുന്നതാ കുറച്ച് സമയം. ഇവിടെ പിന്നെ എന്തോരം നേരം വലിയ ക്യാമ്പസാണ് ഇത്. എന്തൊരു ഈ ക്യാമ്പസിന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 1972
ഗവൺമെൻറ് കോളേജ് തുടങ്ങിയപ്പോൾ നമ്മുടെ കല്യാൺ സിൽക്കില്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് ഗവൺമെൻറ് ട്രെയിനിങ് കോളേജ് ഉണ്ട്. അതിൻ്റെ സൈഡിലാണ് ഗവൺമെൻറ് കോളേജ് ആരംഭിച്ചത് 1972. അപ്പോൾ ആ സമയത്ത് തന്നെ ഇവിടെ ഈ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞിട്ട് വലിയൊരു സ്ഥലമാണ്. ഇത് അവിടെ ഈ മറ്റേ ഹെലിപ്പാഡ് നിർമ്മിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇവർക്കൊക്കെ വരാനൊക്കെ ആയിട്ടുള്ള ഹെലിപ്പാഡ് ഗ്രൗണ്ടിന് നടുവിൽ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലം വാങ്ങിച്ചിട്ട് ടൈമിൽ അവിടെ വാടകയ്ക്കാണ് വാടകയ്ക്ക് തന്നെയുണ്ട് ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിൻ്റെ അവിടെയായിരുന്നു കോളേജ്. അപ്പോൾ അവിടെയാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത്. ഇവിടെ ഇരിക്കാനായിട്ട് നല്ല മാർബിളൊക്കെ ഇട്ടിട്ട് ഇങ്ങനത്തെ കൊറേ ഉണ്ട്, ഉഗ്ര സ്ഥലങ്ങളാ, അറ്റമരക്ക് ഇങ്ങനത്തെ കൊറേ തിണ്ണകള് പോലെ. അപ്പൊ എന്തൊരു ഭംഗി കാണാനായിട്ട്. അപ്പൊ രാഗി പഠിച്ചത് ഇവിടെയാട്ടാ. അല്ല ഞാൻ പറയട്ടെ അവസാനിപ്പിച്ചേ, ഈ സ്ഥലത്ത് കോളേജ് പണിയണം. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റണം. അപ്പൊ ഞാൻ പഠിച്ചിട്ടുള്ളത് 86-ലാണ് പഠിച്ചിട്ടുള്ളത്. 86-88-ലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത് അവിടെയായിരുന്നു, തൃശ്ശൂരായിരുന്നു പഠിച്ചിട്ടുള്ളത്. പിന്നെ 1991-ലാണ് ഇവിടെ കോളേജ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ ഞാൻ ഈ കോളേജിനെ കുറിച്ചിട്ട് എനിക്ക് അറിയണത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്തിനെ കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പണ്ട് കളിക്കാനൊക്കെ ഒരുങ്ങി ചെറുപ്പത്തിൽ. അപ്പോൾ ഇവിടെ കോളേജ് വരണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഒല്ലൂർ MLA രാഘവൻ പുഴക്കടവിലുണ്ട്. ആളിവിടെ നിരാഹാര സമരം നടത്തി. ഞാൻ 98-99 പ്രീ ഡിഗ്രി കഴിഞ്ഞ്. അല്ല രാഗി പഠിച്ചിട്ട് ഡിഗ്രിയാ. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പോളിടെക്നിക്കിൽ ചേർന്നതിന് ശേഷം എനിക്ക് ഇവിടെ നിന്ന് കാർഡ് വന്നേ. ഞാൻ ഇവിടെ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ പോളിടെക്നിക്കിൽ നിന്ന് കാർഡ് വീണേനെ അവിടെ പോയിട്ട് ചേർന്നു. ബാക്കിൽ നടക്കുമ്പോൾ സൂക്ഷിക്കിട്ടുണ്ട്. പോളിടെക്നിക്കിൽ പഠിച്ച നേരം ഇവിടേക്ക് വന്നാൽ മതിയായിരുന്നു. അത് പിന്നെ കാർഡ് വന്നു. അപ്പൊ അവിടെ ചേരലും യൂണിഫോം എടുക്കലും പൈസ അടയ്ക്കലൊക്കെ കഴിഞ്ഞു. എന്നിട്ടാ ഇവിടെ നിന്ന് കാർഡ് വന്നതേ. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി. കാർഡ് ഇവിടേക്ക് അന്നൊക്കെ അപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ വീട്ടിലേക്ക് അതിന്റെ നമ്മളൊരു കാർഡും കൂടി എഴുതി നമ്മുടെ അത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവരത് അയക്കും. അങ്ങനെ അല്ലേ ഞാൻ ഡിഗ്രി പഠിച്ച് ഡിഗ്രിക്ക് ശേഷം PG എടുത്ത് അങ്ങനെ പഠിച്ചു പോയേനെ. ഡിപ്ലോമയ്ക്ക് ചേർന്ന കാരണം എന്താണ്ടായെന്ന് വെച്ചെങ്കിൽ 3 കൊല്ലത്തെ ഡിപ്ലോമ കഴിഞ്ഞു, പഠിപ്പ് തീർന്നു. പിന്നെ എന്തുട്ടാ ചെയ്യണ്ടേ? പിന്നെ വേണമെങ്കിൽ BTechന് ചേരാം. ആ 3 കൊല്ലം കൊണ്ട് തന്നെ നമ്മൾ മടുത്തു ഇലക്ട്രോണിക്സ് പഠിച്ചിട്ട്. അപ്പോ അതുകൊണ്ട് കല്യാണം കഴിഞ്ഞു. അല്ലെങ്കിൽ ചിലപ്പോ അപ്പ കല്യാണം കഴിഞ്ഞില്ല. ഹെലിപ്പാഡിന്റെ അവിടേക്ക് എന്തിനാ പോണ? വെയില്ല ചേട്ടാ, സുഖായിരിക്കാൻ. ആ ശരി, നോക്കിട്ട് കാണിച്ചു തരാന്ന്. അവിടെയാണ് ഓഡിറ്റോറിയം. അതേ കാണണ്ട ഓഡിറ്റോറിയം. ആ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കണേ. ഇതൊക്കെ വന്നിട്ടുള്ളവരെ കാറുകളാ. അപ്പൊ ഇവിടുത്തെ കോളേജിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പരിചയമില്ല. വലിയ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഗ്രൗണ്ടൊക്കെ എത്ര ഏക്കർ കണക്കിന് സ്ഥലമാണെന്ന് അറിയത്. ഇതേ കണ്ട, അങ്ങോട്ട് തിരിഞ്ഞ ഇതേ കണ്ട, അവിടെ ഹെലിപ്പാഡ് കണ്ട സരിതേ, അതാണ് ഗ്രൗണ്ട്. നോക്കിയാ എന്തോരേ ഇരിക്കേ. ഇത് ഇവിടെ കൊറേ ഉണ്ടല്ലേ? ഇതൊക്കെ ഈ കോളേജിന്റെ തന്നെയല്ലേ? ആ ഇതൊക്കെ സ്ഥലമാണ്. അങ്ങടുണ്ട്, അങ്ങടും ഇങ്ങടൊക്കെ ഉണ്ട് മൊത്തം. അപ്പൊ ഇനിയിപ്പോ അധികം നേരം നിക്കണില്ല ഞങ്ങള്. കാരണം ഫുഡ് ഉണ്ട്. എനിക്ക് പരിചയമുള്ള ആളുകളില്ലേ നമുക്ക്. ഒരു ഫുഡ് ചിലപ്പോ നോൺ വെജ് ആവും ചേട്ടാ. അപ്പൊ എനിക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങള് കോളേജിൽ നിന്ന് മടങ്ങാണ് കേട്ടാ. ഗവൺമെന്റ് കോളേജിൽ നിന്ന് മടങ്ങാണ്. C. അച്യുതമേനോൻ കേരള മുൻ മുഖ്യമന്ത്രി C. അച്യുതമേനോന്റെ പേരിലുള്ള കോളേജാണ് കേട്ടത്. ഗവൺമെന്റ് കോളേജ് തൃശ്ശൂർ. അപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ കാറിനായിട്ട് പോവാം. വാ, നമ്മുടെ വണ്ടിയിലായിട്ട് പോവാല്ലേ? ഇവിടെ നിന്നിട്ട് കാര്യം. ഞാൻ മര്യാദയ്ക്ക് കാലത്ത് ചോറ് വയ്ക്കാനായിട്ട് കലം വെള്ളം എടുത്ത് വെക്കാൻ പോകുമ്പോ എന്തിനാ നീ ചോറ് വയ്ക്കണേ, നമ്മള് പോവല്ലേ? ഞാൻ എവിടേക്ക് ഇന്ന് മറ്റേ കോളേജിലെ പരിപാടികളല്ല. അപ്പൊ അവിടെ നിന്ന് ഫുഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞതാണ്. ചോറ് വെച്ചിട്ടില്ലത് കാരണം. അപ്പൊ എന്തായി ഇനിയിപ്പോ എന്തൊരു ചെയ്യാ? വേണമെങ്കിൽ ഇവിടെ നിന്ന് ചിലപ്പോ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് എൻ്റെ ഒപ്പം ഉള്ളത്.
പേരെന്തുട്ടാ? ഉണ്ണികൃഷ്ണൻ വിയൂരാണ് വീട് കേട്ടാ, വിയൂര്. ഉണ്ണികൃഷ്ണനെ പരിചയം ഇന്നാള് ഞാനേ നിങ്ങളുടെ യൂട്യൂബ് പരിചയമുള്ളത് പിന്നീട് മനസ്സിലായി. ഒറ്റയ്ക്ക് വന്നിട്ടുള്ള ഫാമിലി ഒന്നുമില്ല. ഞങ്ങള് നീങ്ങ അവളെ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ കണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഇവിടെയല്ലേ പഠിച്ചു. ഞാൻ പഠിച്ചിട്ടുള്ളത് അവിടെ തൃശ്ശൂര്. ഞാൻ 86-88. ഇത് നമ്മളിപ്പോ ഓരോരുത്തരെ വന്നിട്ട് നമ്മളോട് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കട്ടാ. നമ്മൾ പോവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പൊ ചേട്ടന്റെ പേര് ജൂഷ. ജൂഷ എന്നാണ് ആളുടെ പേര്. അതൊരു പ്രാവശ്യം കേട്ടവര് പിന്നെ മറക്കില്ലേ. അതന്നെ ഒരു പ്രത്യേക പേര്. അതിങ്ങനെ അച്ഛന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം, അമ്മേന്റെ പേരിന്റെ അക്ഷരം അങ്ങനെയല്ല. എന്റെ ബ്രദറിന്റെ പേര് ഷാജു എന്നാണ്. അപ്പൊ അന്ന് കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പേര് അങ്ങനെ സെലക്ട് ചെയ്തപ്പോ അവര് ഷാജുവിനെ തിരിച്ചിടാൻ തീരുമാനിച്ചു. എന്റെ ദൈവം. അവിടെ പോയി കഴിഞ്ഞാലും നമ്മള് 10ലായി കഴിഞ്ഞാലും കോളേജിൽ കഴിഞ്ഞാലും ഞാൻ പരീക്ഷ എഴുതിയിട്ടുള്ളത് അന്ന് 2 ബെഞ്ചിലാണെങ്കിൽ 3 പേര് പരീക്ഷ എഴുതും. മുന്നിലും 3 പേരുണ്ടാവും. മുന്നിൽ 3 പെൺകുട്ടികളുണ്ടാവും, നടുക്കില് 2 പെൺകുട്ടികളുണ്ടാവും. അതിന്റെ നടുക്കിൽ നടുക്ക് ബാക്കിൽ, അതായത് എന്റെ പേര് അന്ന് ഈ ജെൻഡർ ഇതിന്റെ പേരില് പെൺകുട്ടികളുടെ ഇടയിൽ ഇടും. അങ്ങനെയാണ് ഞാൻ ഡിഗ്രി വരെ പരീക്ഷകളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. ഓ ഭാഗ്യവാനെ, പേര് കാരണം എപ്പോഴും. എന്തായാലും ഒരു വട്ടം കേൾക്കണ ഒന്നുകൂടി എന്തുട്ടാന്ന് ചോദിക്കും. അപ്പൊ ചേട്ടന്റെ പേര് ഷാജു. ഭയങ്കര കോമൺ പേരാ, എവിടെ നോക്കിയാലും ഷാജുമാരെ കാണാം. പക്ഷെ ഈ പേരില്ല, ജൂഷ. അപ്പൊ ആളെ ഞാൻ പരിചയപ്പെടുത്താൻ കാരണം എന്താ വെച്ചാൽ ആളെ ഇതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് ഇവരൊക്കെ. അതേണ്ട ഇവർക്കൊക്കെ യൂണിഫോം ഉണ്ട്. ആളൊക്കെ ഇങ്ങനത്തെ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ അഹോരാത്ര കഷ്ടപ്പെട്ടതാന്ന് പറയാ, കുറെ വർഷങ്ങളോളം. എന്നിട്ടാണ് ഇങ്ങനത്തെ ഗ്രൂപ്പ് ഇതുപോലെ എല്ലാവരും കൂട്ടായ്മ സംഘടിപ്പിച്ചെടുത്തത് അല്ലേ? എവിടെ വീട്? ചെങ്ങാലൂരാണ്. ചേട്ടന്റെ ജൂനിയർ ആയിരുന്നു ആള്. 1 വർഷം ജൂനിയർ ആയിരുന്നു. കോളേജിൽ കണ്ട പരിചയമൊന്നുമില്ല അല്ലേ? ഓർമ്മയുണ്ട്, എനിക്ക് ഫേസ് കട്ട് ഓർമ്മയുണ്ട്. സീനിയർ അല്ലായിരുന്നേ. ഡിഗ്രിക്ക് വരുമ്പോ നമ്മൾ അത്ര ആക്റ്റീവ് അല്ലല്ലോ. ഇതാളുടെ വൈഫാണ്. പേര് രശ്മി. കോമൺ പേരാ രശ്മി. ഒരു തിരിച്ചില്ലായിരുന്നില്ലേ? അതെ. അങ്ങനെ പറഞ്ഞാലാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണ്. പഠിച്ചില്ല, അപ്പുണ്ണി പഠിച്ചു, നമ്മൾ പഠിച്ചില്ല. അത് വേറെ വിഷയം. അതൊന്നും പഠിക്കാൻ കഴിയുന്ന ആൾക്കാരല്ലേ. പക്ഷെ ഫേമസ് ആയി ഞങ്ങള്. ചേട്ടൻ ഫേമസ് ആയി. ചാനല് ഇത് നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച ഉണ്ണികൃഷ്ണന്റെ വൈഫ് വത്സലാട്ടാ. ഉണ്ണികൃഷ്ണൻ അത് ഭയങ്കര ഗായികയാന്നാ പറയണേ. അപ്പൊ പിന്നെ നമ്മൾ ഇത് അറിഞ്ഞ സ്ഥിതിക്ക് ഒരു പാട്ട് പാടിപ്പിക്കാം. ചന്ദനക്കട്ടിലിൽ പാതിര വിരിച്ചിട്ട ചെമ്പകവെൺമല തൂവിരിപ്പിൽ, ചന്ദനക്കട്ടിലിൽ പാതിര വിരിച്ചിട്ട ചെമ്പകവെൺമല തൂവിരിപ്പിൽ, മധുവിതുരാവിനായി ചുണ്ടുകളിൽ പ്രേമ മകരന്ദ മഞ്ജരിയേന്തി, മധുവിതുരാവിനായി ചുണ്ടുകളിൽ പ്രേമ മകരന്ദ മഞ്ജരിയേന്തി, താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും, മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. ഭയങ്കര കട്ട് ചെയ്തോട്ടോ. പെട്ടെന്ന് ഞാൻ വരികളൊക്കെ മറക്കും. പെട്ടെന്നൊരു പാട്ട് പാടാൻ പറയുമ്പോ വരികളൊക്കെ പോവാൻ. അല്ലാണ്ട് നമ്മള് വല്ല പണികളെടുത്ത് ശരിയാണ്. പുറത്തേക്ക് അങ്ങനെ പോകുന്നില്ല. ഗ്രൂപ്പിന്റെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകുമ്പോ. ഇന്ന് മൗനം പൊന്മണി തമ്പുരു വീട്ടിൽ നിന്നുള്ള പാട്ട്. ലാ 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 ലാ. മൗനം പൊന്മണി തമ്പുരു മീട്ടി
തന്ത്രിയിൽ നാദവികാരമുണർന്നു ഒരു ശ്രുതിയായി ഉണരാൻ സങ്കൽപ്പത്തിൻ തന്ത്രിയം വീട്ടി സന്തോഷത്തിൻ കുളിരല തൂകി ഒരുങ്ങി വരാം ആനിൽ നീളേ. വരികളൊക്കെ മറന്നു ഞാൻ നോക്കി പാടല്ലോ അതൊക്കെ തട്ടി ചെയ്തോട്ടെ. ഈ പാട്ടൊക്കെ ഞാൻ കേട്ടിട്ട് കൊറേ കാലം പണ്ട് ആകാശവാണിയിൽ കേട്ടിട്ടുള്ള ഈ പാട്ട്. അത് കട്ട് ചെയ്തോളാതൊന്നും ഇടല്ലേ. ഞാൻ എനിക്ക് പെട്ടെന്ന് അങ്ങനെ പറയുമ്പോ ആകെ വെപ്രാള പാടാൻ കിട്ടില്ല. പാടാൻ കിട്ടില്ലെന്നല്ല വരികളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊരു രസമായിട്ടാ പാടുന്നത്. ഗാനമേളക്ക് എങ്ങാനും പാടാൻ ഇല്ല. അങ്ങനെ ഗ്രൂപ്പിന്റെ പരിപാടികൾ ഇവിടെ ഓരോരുത്തരുടെ വീട്ടിൽ ഓരോ പരിപാടികളൊക്കെ ഉണ്ടാവില്ല. ഞങ്ങൾ പോണതിന്റെ ഇടയില് ജിജു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനെ കണ്ടു. ഇത് പരിചയപ്പെടുത്തിയപ്പോഴാണ് മനസ്സിലായത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, എന്നെ NSS ക്യാമ്പില് 1987 തോന്നുന്നുണ്ട് റാഗ് ചെയ്യാനായിട്ട് ശ്രമിച്ച ഒരു വ്യക്തിയാണ്. അതായത് ഞങ്ങൾ ക്യാമ്പ് കുറേ ഉണ്ട്. വലക്കാവില് ഒരു സ്കൂളിലാണ് ക്യാമ്പ് ഞങ്ങൾ നടക്കുന്നത്. അപ്പോൾ റാഗി എന്ന് പറഞ്ഞ തമാശന് കേട്ടാ 9 ദിവസം 10 ദിവസമാണ് ക്യാമ്പ് ഇട്ടാ. ആദ്യത്തെ 9 ദിവസം അവിടെ വന്നിട്ടുള്ള പിള്ളേരുകളെ ജൂനിയേഴ്സിനെയൊക്കെ ഇവര് ഒരു പരിപാടിക്ക് വിട്ടു. പിന്നെ ലാസ്റ്റ് ദിവസം 10ാമത്തെ ദിവസം എന്നെയാണ് ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് രാത്രി ഞാൻ വൈകുന്നേരം ഉച്ചരിഞ്ഞ് 6 മണിയായപ്പോൾ ഇവരെയൊക്കെ കണ്ടുപിടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. നമ്മുടെ വീട്ടിൽ പോന്നു. ഇവരെല്ലാവരും അവിടെയൊക്കെ അജുവിനെ തപ്പി നടക്കുന്നേ എവിടെ കാണാൻ. എൻ്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ ഇവരെ പരിപാടി പൊളിച്ചു. ഇപ്പൊ ഇവരെ കണ്ടപ്പോൾ ഇവര് വർത്താനം പറഞ്ഞപ്പോൾ ഇത് ഇന്ന ആളെന്ന് ഇവനെ അറിയട്ടെ. രാജീവ് ഇവർക്ക് മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു ഇവിടെ കൊല്ലൂര്. അങ്ങനെ പരിചയം. ഇവരെ ഭാര്യമാരെയും കൊണ്ടുവന്നിട്ടില്ല, ഞാൻ എൻ്റെ ഭാര്യനെയും കൊണ്ടുവന്നു. കാരണം ഇവർക്ക് ഇവിടെ അങ്ങനെ നടക്കേണ്ട ആളുകളൊന്നും ഇവരെ. അതല്ല, ഭാര്യയൊക്കെ കൊണ്ടുവന്ന ബോറടിക്കുന്നു. ശരിയാ, വീട് പോലൂരിന് ഇത് ഇങ്ങേരെ അമ്മാവൻ ഇങ്ങേരെ അമ്മയുടെ ആങ്ങളെയാണ്. പക്ഷെ ആളെക്കാളും താഴെയാണ് പ്രായം കൊണ്ട്. അല്ല അന്ന് അമ്മയും മോളൊക്കെ ഒരുമിച്ച് പ്രസവിച്ചു. ഇവനെ അത് കഴിഞ്ഞിട്ട് അമ്മ പ്രസവിച്ചു. അത് വല്ലാത്തൊരു അവസ്ഥയാ. മാമാന്ന് കോളേജിൽ വിളിക്കുമ്പോൾ അവസ്ഥ ഉണ്ടല്ലോ. സ്കൂൾ തൊട്ട് തുടങ്ങിയതാണത്. ഇപ്പോഴും മാമൻ തന്നെ വിളിക്കുക. പിന്നെ അതെ, നമ്മളെപ്പോഴും സ്ഥാനപ്പേര് വിട്ടിട്ടൊരു കളിയില്ലേ. മുത്തച്ഛനായിട്ടാ. മുത്തച്ഛനാൻ ഞാൻ പിള്ളേരെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ നമുക്ക് പോവാല്ലേ നീ. അപ്പൊ ഞങ്ങൾ നീങ്ങട്ടെ. അപ്പൊ ശരി.